എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ വിപരീത പദമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം എന്നിവയുടെ ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണുക, നന്നായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ വിപരീത പദം ഭാഗം 2 നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ LDC +2 അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സസ്, മലയാളം ക്ലാസ്സസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം ക്ലാസ്സസ് അപ്പോൾ തുടർച്ചയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ, അതായത് ഹോം പേജിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും ലഭിക്കുന്നത്. ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മലയാളം എന്ന് കാണാൻ സാധിക്കും. മലയാളത്തെ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് മലയാളം ക്ലാസ്സസ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലും കാണാം. പക്ഷേ തുടർച്ചയായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് വിപരീത പദം ഭാഗം 2 പഠിച്ചെടുക്കാം. അപ്പോൾ എന്താണ് വിപരീത പദം? ഒരു വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ നേരെ എതിരായിട്ടുള്ള അർത്ഥത്തെയാണ് വിപരീത പദം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറേ വിപരീത പദങ്ങൾ പഠിച്ചെടുത്തു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. ആദ്യത്തേത് ഔചിത്യം. ഔചിത്യം എന്നതിൻ്റെ വിപരീത പദം വരുന്നത് അനൗചിത്യം. ഔചിത്യം വിപരീതം വരുന്നത് അനൗചിത്യം. ശ്രദ്ധിക്കുക, ഇവിടെ ഔ ആണല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വിപരീത പദമാകുമ്പോൾ എങ്ങനെയാവും? അനൗ, ആ കൂടെ വരുന്നുണ്ട്, അനൗചിത്യം എന്നാവും. അതുപോലെ ഔദാര്യം. ഔദാര്യം എന്നത് വിപരീത പദമാകുമ്പോൾ അനൗദാര്യം. അനൗദാര്യം, ആ നൗദാര്യം എന്ന് വരും. അടുത്തത് ഔപചാരികത. ഔപചാരികത എന്നതിൻ്റെ വിപരീത പദം വരുന്നത് അനൗപചാരികത. അനൗ എന്നായി. വിപരീത പദം എന്താണ്? അനൗപചാരികത. ഔചിത്യം വിപരീത പദം അനൗചിത്യം. ഔദാര്യം വിപരീതം അനൗദാര്യം. ഔപചാരികത. ഔപചാരികത വിപരീതം വരുന്നത് അനൗപചാരികത. അടുത്തത് കഠിനം. കഠിനം, നല്ല കഠിനമായത്. അതിൻ്റെ വിപരീതം വരുന്നതാണ് എന്താണ്? മൃദുലം, വളരെ മൃദുവായത് അല്ലെങ്കിൽ ലളിതം, എളുപ്പം. കഠിനം നമുക്ക് എടുക്കാൻ പ്രയാസമായത്, കഠിനം, കനമുള്ളത്. മൃദുലം അല്ലെങ്കിൽ ലളിതമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. എന്താണ്? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത്, വളരെ എളുപ്പമായത് എന്നാണ് അർത്ഥം. കഠിനം ഓപ്പോസിറ്റ് വരുന്നത് മൃദുലം അല്ലെങ്കിൽ ലളിതം. അടുത്തത് കനവ്. കനവ് സ്വപ്നം, അതിൻ്റെ ഓപ്പോസിറ്റാണ് നിനവ്. നിനവ് ഓർമ്മ. കനവ് എന്നതിൻ്റെ വിപരീത പദം വരുന്നത് നിനവ്, ഓർമ്മ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അടുത്തത് കയ്പ്. കയ്പ് എന്നതിൻ്റെ വിപരീതം വരുന്നത് മധുരം. കയ്പ് എന്നതിൻ്റെ വിപരീതം വരുന്നത് മധുരം. കയ്പ് വിപരീതം മധുരം. അടുത്ത കർമ്മഭൂമി. കർമ്മഭൂമി എന്താണ്? ശ്മശാനം. കർമ്മഭൂമി ശ്മശാനം, ഭോഗഭൂമിയാണ് അതിൻ്റെ വിപരീതം വരുന്നത്. സ്വർഗം എന്ന അർത്ഥത്തിൽ കർമ്മഭൂമി, വിപരീത പദം വരുന്നത് ഭോഗഭൂമി. അടുത്തത് കളങ്കം. കളങ്കം ഓപ്പോസിറ്റ് എന്താണ്? നിഷ്കളങ്കം. കളങ്കം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് നിഷ്കളങ്കം. കളങ്കത്തിൻ്റെ കൂടെ ഒരു നിഷ് കൂടെ വന്നു, നിഷ്കളങ്കം. അടുത്തത് കലുഷം. കലുഷം എന്നതിൻ്റെ വിപരീതമാണ് പ്രസന്നം. കലുഷം വിപരീതം വരുന്നത് പ്രസന്നം. അടുത്തത് കടിഞ്ഞൂൽ. കടിഞ്ഞൂൽ എന്നതിൻ്റെ വിപരീതം വരുന്നത് കടശി. കടിഞ്ഞൂൽ എന്നാൽ എന്താണ്? ആദ്യത്തേത്. കടിഞ്ഞൂൽ ആദ്യത്തേത്, കടശി അവസാനത്തേത്. കടിഞ്ഞൂൽ ആദ്യത്തേത്, കടശി അവസാനത്തേത്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് കമ്പനം. കമ്പനം എന്ന് വെച്ചാൽ എന്താ? ഇളക്കം. കമ്പനം എന്നാൽ ഇളക്കം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. കമ്പനം, ഇളക്കം. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നിഷ്കമ്പനം. എന്താണ്? നിഷ്കമ്പനം. കമ്പനം എന്നതിൻ്റെ വിപരീതം വരുന്നത് നിഷ്കമ്പനം. അടുത്തത് കൽപ്പിതം. കൽപ്പിതം എന്നതിൻ്റെ വിപരീതം വാസ്തവം. കൽപ്പിതം വിപരീതം വാസ്തവം. കൽപ്പിതം വിപരീതം വരുന്നത് വാസ്തവം. അടുത്തത് കമിഴുക. കമിഴുക ഓപ്പോസിറ്റ് മലരുക. കമിഴുക ഓപ്പോസിറ്റ് വരുന്നതാണ് മലരുക. അടുത്തത് കയറ്റം. കയറ്റം ഓപ്പോസിറ്റ് ഇറക്കം. കയറ്റം ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? ഇറക്കം. ഏതൊരു കയറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടാകും, അല്ലെ? കയറ്റം ഓപ്പോസിറ്റ് വരുന്നത് ഇറക്കം. അടുത്തത് കട. കട ഓപ്പോസിറ്റ് തല. കടയ്ക്കൽ ഓപ്പോസിറ്റ് തലയ്ക്കൽ. കട ഓപ്പോസിറ്റ് വരുന്നതാണ് തല. അടുത്തത് കാട്ടാളൻ. കാട്ടാളൻ, കാട്ടിൽ ജീവിക്കുന്നവൻ, കാട്ടാളൻ. അതിൻ്റെ ഓപ്പോസിറ്റാണ് വീട്ടാളൻ. കാട്ടാളൻ ഓപ്പോസിറ്റ് വരുന്നത് വീട്ടാളൻ. അടുത്തത് കാരായ്മ. കാരായ്മ കർഷകരുടെ അവകാശത്തെയാണ് കാരായ്മ എന്ന് പറയുന്നത്. കർഷകരുടെ അവകാശം.
അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? മേലായ്മ. കാരായ്മ എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് മേലായ്മ. മേലധികാരം. കാരായ്മ ഓപ്പോസിറ്റ് വരുന്നത് മേലായ്മ. ഞാൻ അർത്ഥങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ശബ്ദ താരാവലി പ്രകാരമാണ്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനും SCERT കണ്ടൻസും ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. കാമ്യം. കാമ്യം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് നിഷ്കാമ്യം. കാമ്യം ഓപ്പോസിറ്റ് വരുന്നത് നിഷ്കാമ്യം. കാമ്യം ഓപ്പോസിറ്റ് നിഷ്കാമ്യം. നിഷ്കാമ്യം. അടുത്തത് കാടൻ. കാടൻ ഓപ്പോസിറ്റ് നാടൻ. കാടൻ ഓപ്പോസിറ്റ് നാടൻ. അടുത്തത് കിങ്കരൻ. കിങ്കരൻ ഓപ്പോസിറ്റ് വരുന്നത് യജമാനൻ. കിങ്കരൻ ഓപ്പോസിറ്റ് വരുന്നത് യജമാനൻ. കാട്ടാളൻ ഓപ്പോസിറ്റ് വീട്ടാളൻ. കാരായ്മ മേലായ്മ. കാമ്യം ഓപ്പോസിറ്റ് വരുന്നതാണ് നിഷ്കാമ്യം. കാടൻ ഓപ്പോസിറ്റ് നാടൻ. കിങ്കരൻ ഓപ്പോസിറ്റ് ആണ് എന്ത്? യജമാനൻ. അടുത്തത് കിഞ്ചിഞ്ചൻ. കിഞ്ചിഞ്ചൻ എന്ന് പറഞ്ഞാൽ അല്പം അറിയുന്നവൻ. അല്പം അറിയുന്നവനാണ് കിഞ്ചിഞ്ചൻ. എന്താണ്? കിഞ്ചിഞ്ചൻ. അല്പം അറിവുള്ളവൻ. സർവജ്ഞൻ. എല്ലാം അറിയുന്നവൻ. സർവജ്ഞൻ. എല്ലാം അറിയുന്നവൻ. അപ്പോൾ സർവജ്ഞന്റെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്തെഴുതും? കിഞ്ചിഞ്ചൻ എന്നെഴുതും. കിഞ്ചിഞ്ചൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിലോ? സർവജ്ഞൻ. എല്ലാം അറിയുന്നവൻ. അടുത്തത് കിഴക്ക്. കിഴക്ക് എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് പടിഞ്ഞാറ്. കിഴക്ക് എന്താണ്? ഓപ്പോസിറ്റ് പടിഞ്ഞാറ്. നോക്കുക, വടക്ക് എന്താണ്? തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അല്ലേ? അപ്പം വടക്കിൻ്റെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താ? തെക്കാണ്. കിഴക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പടിഞ്ഞാറാണ്. അടുത്തത് കീഴ്. കീഴ് ഓപ്പോസിറ്റ് വരുന്നത് മേൽ. കീഴെ, മേലെ. അടുത്തത് കുന്ന്. കുന്ന് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കുഴി. കുന്ന് ഓപ്പോസിറ്റ് വരുന്നത് കുഴി. അടുത്ത കുമതി. കുമതി ഓപ്പോസിറ്റ് വരുന്നത് സുമതി. കുമതി ഓപ്പോസിറ്റ് വരുന്നത് സുമതി. കുമതി എന്നാൽ ദുർബുദ്ധി എന്നാണ് അർത്ഥം വരുന്നത്. സുമതി സദ്ബുദ്ധി എന്നാണ് അർത്ഥം വരുന്നത്. സുമതി ഓപ്പോസിറ്റ് ആണ് എന്ത്? സുമതി. അടുത്തത് കുമാർഗം. കുമാർഗം ഓപ്പോസിറ്റ് വരുന്നത് സുമാർഗം. കുമാർഗം ഓപ്പോസിറ്റ് വരുന്നത് സുമാർഗം. അടുത്ത കുപിത. കുപിത എന്നതിൻ്റെ വിപരീതം വരുന്നത് മുദിത. കുപിത വിപരീതം വരുന്നത് എന്താണ്? മുദിത. കുപിത വിപരീതം മുദിത. അടുത്ത കുപ്രസിദ്ധം. കുപ്രസിദ്ധം വിപരീതം സുപ്രസിദ്ധം. കുപ്രസിദ്ധം വിപരീതം വരുന്നത് സുപ്രസിദ്ധം. കുപ്രസിദ്ധം വിപരീതം സുപ്രസിദ്ധം. അടുത്ത ക്രയം. ക്രയം വിക്രയം. ക്രയം ചെയ്യുക. വിക്രയം. ക്രയം ഓപ്പോസിറ്റ് വിക്രയം. അടുത്ത ക്രമം. ക്രമം ഓപ്പോസിറ്റ് വരുന്നത് അക്രമം. ക്രമം ഓപ്പോസിറ്റ് അക്രമം. ക്രയം ഓപ്പോസിറ്റ് വരുന്നത് വിക്രയമാണ്. ക്രമം ഓപ്പോസിറ്റ് വരുന്നത് അക്രമം. അടുത്തത് ക്ലിഷ്ടം. ക്ലിഷ്ടം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അക്ലിഷ്ടം. ക്ലിഷ്ടം ഓപ്പോസിറ്റ് എന്താണ്? അക്ലിഷ്ടം. ക്ലിഷ്ടം എന്നതിൻ്റെ വിപരീതം അക്ലിഷ്ടം എന്നാണ്. അടുത്ത കൃപണൻ. കൃപണൻ ഓപ്പോസിറ്റ് വരുന്നത് ഉദാരൻ. കൃപണൻ ഓപ്പോസിറ്റ് ഉദാരൻ. കൃപണൻ ഓപ്പോസിറ്റ് ഉദാരൻ. അടുത്ത കൃതജ്ഞത. കൃതജ്ഞത എന്താണ്? നന്ദിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് കൃതജ്ഞത. കൃതജ്ഞത നന്ദികേട്. കൃതജ്ഞത നന്ദി. കൃതജ്ഞത നന്ദികേട്. ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. കൃതജ്ഞത നന്ദി. കൃതജ്ഞത നന്ദികേടാണ്. കൃത്രിമം. കൃത്രിമം ഓപ്പോസിറ്റ് വരുന്നത് അകൃത്രിമം. കൃത്രിമം ഓപ്പോസിറ്റ് അകൃത്രിമം. അടുത്ത കൃശം. കൃശം മെലിഞ്ഞ. കൃശം എന്നതിൻ്റെ അർത്ഥം വരുന്നത് മെലിഞ്ഞ. മേദുരമാണ് ഓപ്പോസിറ്റ് വരുന്നത്. മേദുരം തടിച്ച. കൃശം മെലിഞ്ഞ, മേദുരം തടിച്ച. അല്ലെങ്കിൽ അകൃശം എന്നും ഓപ്ഷനിൽ വരാറുണ്ട്. കൃശം ഓപ്പോസിറ്റ് വരുന്നത് മേദുരം. കൃശം ഓപ്പോസിറ്റ് മേദുരം. അടുത്തത് കൃതം. കൃതം ഓപ്പോസിറ്റ് അകൃതം. കൃതം ഓപ്പോസിറ്റ് അകൃതം. അടുത്ത കുലീന. കുലീന എന്നതിൻ്റെ വിപരീതം വരുന്നത് കുലട. കുലീന എന്നതിൻ്റെ വിപരീതം കുലട. അടുത്തത് കുചേലൻ. കുചേലൻ എന്നതിൻ്റെ വിപരീതം കുബേരൻ. അടുത്ത ക്ഷാമം. ക്ഷാമം എന്താണ്? പഞ്ഞം. ക്ഷാമം പഞ്ഞം. ക്ഷേമമാണ് ഓപ്പോസിറ്റ്. ക്ഷാമം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ക്ഷേമം. അടുത്ത ക്ഷയം. ക്ഷയം ഓപ്പോസിറ്റ് വരുന്നത് വൃദ്ധി. ക്ഷയം ഓപ്പോസിറ്റ് വൃദ്ധി. വൃത്തിക്ഷയങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ഷയം ഓപ്പോസിറ്റ് വരുന്നത് വൃദ്ധി. ക്ലിഷ്ടം ഓപ്പോസിറ്റ് അക്ലിഷ്ടം. കൃപണൻ ഉദാരൻ. കൃതജ്ഞത കൃതജ്ഞത. കൃത്രിമം ഓപ്പോസിറ്റ് വരുന്നത് അകൃത്രിമം. കൃശം ഓപ്പോസിറ്റ് മേദുരം അല്ലെങ്കിൽ അകൃശം. കൃതം ഓപ്പോസിറ്റ് വരുന്നത് അകൃതം. കുലീന ഓപ്പോസിറ്റ് കുലട. കുചേലൻ ഓപ്പോസിറ്റ് കുബേരൻ. ക്ഷാമം ഓപ്പോസിറ്റ് വരുന്നത് ക്ഷേമം.
ക്ഷയം ഓപ്പോസിറ്റ് വരുന്നത് വൃദ്ധി. അടുത്തത് നോക്കാം, ക്ഷമ. ക്ഷമ എന്നതിൻ്റെ വിപരീതം എന്താണ്? അക്ഷമ. ക്ഷമ എന്നതിൻ്റെ വിപരീതം വരുന്നത് അക്ഷമ. ക്ഷമയുടെ കൂടെ ഒരു ആ കൂടെ വന്നു, അക്ഷമ. അതുപോലെ ക്ഷരം. ക്ഷരം എന്നതിൻ്റെ വിപരീതം വരുന്നത് അക്ഷരം. വിപരീതം എന്താണ്? അക്ഷരം. ക്ഷരം എന്നതിൻ്റെ വിപരീതം അക്ഷരം. അടുത്ത ഗണ്ഡം. ഗണ്ഡം എന്നതിൻ്റെ വിപരീതം വരുന്നത് അഖണ്ഡം. ഖണ്ഡം എന്നതിൻ്റെ വിപരീതം അഖണ്ഡം. ഒരു ആയും കൂടെ ചേർന്ന് വന്നു, ഖണ്ഡത്തിൻ്റെ കൂടെ ഒരു ആയും കൂടെ ചേർന്ന് വന്നു, അഖണ്ഡം. അടുത്തത് ഖണ്ഡനം. ഖണ്ഡനം ചെയ്യുക എന്താണ്? മുറിക്കുക. ഖണ്ഡനം മുറിക്കുക അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കുക, ഖണ്ഡനം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മണ്ഡനം. യോജിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, മണ്ഡനം. ഖണ്ഡനം മുറിക്കുക, മണ്ഡനം കൂട്ടിച്ചേർക്കുക. ഓക്കെ. അടുത്തത് ഖിന്നൻ. ഖിന്നൻ ഓപ്പോസിറ്റ് വരുന്നത് അഖിന്നൻ. ഖിന്നൻ ഓപ്പോസിറ്റ് വരുന്നത് അഖിന്നൻ എന്നാണ്. ഖിന്നൻ ഓപ്പോസിറ്റ് അഖിന്നൻ. ക്ഷമ ഓപ്പോസിറ്റ് അക്ഷമ. ക്ഷരം ഓപ്പോസിറ്റ് അക്ഷരം. ഖണ്ഡം ഓപ്പോസിറ്റ് അഖണ്ഡം. ഖണ്ഡനം ഓപ്പോസിറ്റ് മണ്ഡനം. പിന്നെന്താണ്? ഖിന്നൻ ഓപ്പോസിറ്റ് അഖിന്നൻ. അടുത്തത് ഖേദം. ഖേദം എന്താണ്? ദുഃഖം. മോദം സന്തോഷം. ഖേദം ദുഃഖമാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്താണ്? മോദം. ഖേദം ഓപ്പോസിറ്റ് വരുന്നതാണ് മോദം. അടുത്ത ഗതി. ഗതി ഓപ്പോസിറ്റ് വിഗതി. ഗതി ഓപ്പോസിറ്റ് വിഗതി. ഗതി ഓപ്പോസിറ്റ് വിഗതി. അടുത്ത ഗമനം. ഗമനം ഓപ്പോസിറ്റ് ആഗമനം. ഗമനം എന്താണ്? പോവുക. ആഗമനം വരുക. ഗമനം ഓപ്പോസിറ്റ് ആഗമനം. അടുത്ത ഗുരു. ഗുരു ഓപ്പോസിറ്റ് ആണ് ലഘു. ഗുരുവിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലഘു. ഗുരുത്വം ഓപ്പോസിറ്റ് ലഘുത്വം. ഗുരു ഓപ്പോസിറ്റ് ലഘു. ഗുരുത്വം ഓപ്പോസിറ്റ് ലഘുത്വം. ഗുരുത്വം എന്ന് വെച്ചാൽ കനമാണ്. ലഘുത്വം എന്ന് വെച്ചാൽ എന്താണ്? എളുപ്പം. എളുപ്പമായത് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഗുരുത്വം ഓപ്പോസിറ്റ് വരുന്നത് ലഘുത്വം. അടുത്തത് ഗോചരം. ഗോചരം. ഗോചരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? അഗോചരം. ഗോചരം ഓപ്പോസിറ്റ് വരുന്നത് അഗോചരം. ഗോചരം ഓപ്പോസിറ്റ് അഗോചരം. അടുത്ത ഗർഹണീയം. ഗർഹണീയം ഓപ്പോസിറ്റ് എന്താണ്? സ്പൃഹണീയം. ഗർഹണീയം ഓപ്പോസിറ്റ് വരുന്നതാണ് സ്പൃഹണീയം. ഗർഹണീയം ഓപ്പോസിറ്റ് സ്പൃഹണീയം. അടുത്തത് ഗർഹ്യം. ഗർഹ്യം എന്താണ് മീനിങ് വരുന്നത്? നിന്ദിക്കപ്പെടേണ്ടുന്ന എന്ന അർത്ഥത്തിലാണ് ഗർഹ്യം വരുന്നത്. ആ ഗർഹ്യം എന്നാൽ നിന്ദിക്കപ്പെടേണ്ടതല്ലാത്ത എന്ന അർത്ഥത്തിലാണ്. അപ്പം ഗർഹ്യം ഓപ്പോസിറ്റ് വരുന്നത് അഗർഹ്യം. ഗർഹ്യം ഓപ്പോസിറ്റ് വരുന്നതാണ് അഗർഹ്യം. അടുത്തത് ഘാതം. ഘാതം എന്ന് വെച്ചാൽ എന്താണ്? ഇറങ്ങിക്കയറാവുന്ന ഒരു സ്ഥലമാണ് ഘാതം. അഘാതം. അഘാതം എന്ന് വെച്ചാൽ കുഴിയാണ്. ഇറങ്ങിക്കയറാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് അഘാതം, കുഴി. ഘാതം ഇറങ്ങിക്കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അഘാതം. ഘാതം ഓപ്പോസിറ്റ് അഘാതം. എന്താണ്? ഘാതം ഓപ്പോസിറ്റ് വരുന്നത് അഘാതം. അടുത്തത് ഗാഢം. ഗാഢം ദൃഢമായത്. ഗാഢം എന്ന് വെച്ചാൽ ദൃഢമായത് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ശിഥിലം എന്താണ്? അയഞ്ഞ എന്നൊരു അർത്ഥത്തിലാണ് ഗാഢം ഓപ്പോസിറ്റ് വരുന്നത് ശിഥിലം. അടുത്ത ഗുണം. ഗുണം ഓപ്പോസിറ്റ് വരുന്നത് ദോഷം. ഗുണം ഓപ്പോസിറ്റ് ദോഷം. അടുത്ത ഗൗരവം. ഗൗരവം എന്താണ്? വലിയ കാര്യം. ലാഘവം ഒരു ചെറിയ കാര്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഗൗരവം വലിയ കാര്യം. ലാഘവം ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഗൗരവം ഓപ്പോസിറ്റ് വരുന്നത് ലാഘവം. അടുത്ത ഗ്രാമം. ഗ്രാമം ഓപ്പോസിറ്റ് നഗരമാണ്. ഗ്രാമം ഓപ്പോസിറ്റ് വരുന്നത് നഗരം. അതുപോലെ ഗ്രാമീണം. ഗ്രാമീണം ഓപ്പോസിറ്റ് എന്താണ്? നാഗരികം. ഗ്രാമീണം ഓപ്പോസിറ്റ് വരുന്നത് നാഗരികം. നഗരമല്ല, നാഗരികം. ഗ്രാമീണം ഓപ്പോസിറ്റ് നാഗരികം. ഗ്രാമ്യം. ഗ്രാമ്യം ഓപ്പോസിറ്റ് സഭ്യം. ഗ്രാമ്യം ഓപ്പോസിറ്റ് സഭ്യം. അടുത്തത് ഗ്രീഷ്മം. ഗ്രീഷ്മം വേനൽക്കാലമാണ് അല്ലേ? വേനൽക്കാലമാണ് ഗ്രീഷ്മം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വർഷം, മഴക്കാലം. ഗ്രീഷ്മം ഓപ്പോസിറ്റ് ആണ് വർഷം. ഗ്രീഷ്മം ഓപ്പോസിറ്റ് വരുന്നത് വർഷം. അടുത്ത ഘ്രാതം. ഘ്രാതം ഓപ്പോസിറ്റ് എന്താണ്? അനഘ്രാതം. ചലം. ചലം എന്നതിൻ്റെ ഓപ്പോസിറ്റ് അജലം. ചലം ഓപ്പോസിറ്റ് അജലം. അടുത്തത് ചരം. ചരം ഓപ്പോസിറ്റ് അചരം. ചലം ഓപ്പോസിറ്റ് അചലമാണ്, ചലിക്കുന്നത്. ഓപ്പോസിറ്റ് അചലം, ചലിക്കാത്തത്. അതുപോലെ ചരം ഓപ്പോസിറ്റ് വരുന്നതാണ് അചരം. ചരം ഓപ്പോസിറ്റ് അചരം. അടുത്തത് ചതുരൻ. ചതുരൻ. ചതുരൻ എന്ന് വെച്ചാൽ എന്താണ്?
സാമർത്ഥ്യമുള്ള എന്ന അർത്ഥത്തിലാണ് ചതുരൻ വരുന്നത്. ചതുരൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മൂഢൻ. ചതുരൻ ഓപ്പോസിറ്റ് മൂഢൻ. അടുത്ത ചഞ്ചലം, ചലിക്കുന്നത്, ചഞ്ചലം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അചഞ്ചലം. ചഞ്ചലം ഓപ്പോസിറ്റ് ആണ് അചഞ്ചലം. ചലം ഓപ്പോസിറ്റ് അചലമാണ്. ചഞ്ചലം ഓപ്പോസിറ്റ് അചഞ്ചലം. ചാരേ, ചാരേ അടുത്ത്, ദൂരെ ഓപ്പോസിറ്റ് ആണ് ദൂരെ, അകലെ. ചാരേ ഓപ്പോസിറ്റ് ദൂരെ. ചാരേ ഓപ്പോസിറ്റ് എന്താണ്? ദൂരെ. അടുത്തത് ചുതം. ചുതം ഓപ്പോസിറ്റ് വരുന്നത് അച്യുതം. ചുതം എന്നതിന്റെ വിപരീതം വരുന്നത് അച്യുതം. ചുതം ഓപ്പോസിറ്റ് അച്യുതം. അടുത്തത് ചെറുപ്പം. ചെറുപ്പം വലുപ്പം. ചെറുപ്പം ഓപ്പോസിറ്റ് ആണ് വലുപ്പം. ചെറുപ്പം ഓപ്പോസിറ്റ് വരുന്നത് വലുപ്പം. ചെറുപ്പം വിപരീതം എന്താണ്? വലുപ്പം. അടുത്ത ചോദ്യം. ചോദ്യം എന്നതിന്റെ വിപരീതം വരുന്നത് ഉത്തരം. ചോദ്യം വിപരീതം ഉത്തരം. ചോദ്യം വിപരീതം വരുന്നത് ഉത്തരം. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. ജംഗമം. ജംഗമം എന്താണ്? ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാവുന്നതാണ് ജംഗമം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സ്ഥാവരം. സ്ഥാവരം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത്. ജംഗമത്തിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മേശയും കസേരയൊക്കെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാം. അത് ജംഗമ വസ്തുക്കളാണ്. സ്ഥാവരം എന്താണ്? വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, ഇതൊക്കെ സ്ഥാവരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തവ. അപ്പൊ ജംഗമം എന്താണ് ഓപ്പോസിറ്റ് വരുന്നത്? സ്ഥാവരം. സ്ഥാവര ജംഗമ വസ്തുക്കൾ. ജംഗമം ഓപ്പോസിറ്റ് സ്ഥാവരം. അടുത്ത ജനി, ജനിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മൃതി, മരണം. ജനി ഓപ്പോസിറ്റ് വരുന്നത് മൃതി. അടുത്ത ജനനം. ജനനം ഓപ്പോസിറ്റ് മരണം. ജനനം ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിൽ മരണം. ജനി ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിൽ മൃതി. അടുത്തത് ജയം. ജയം ഓപ്പോസിറ്റ് പരാജയം അല്ലെങ്കിൽ തോൽവി. ജയം ഓപ്പോസിറ്റ് പരാജയം അല്ലെങ്കിൽ തോൽവി. രണ്ടും വരാം. ജയം ഓപ്പോസിറ്റ് ആണ് പരാജയം അല്ലെങ്കിൽ തോൽവി. അടുത്ത ജഡം. ജഡം എന്താണ്? ശവശരീരം. ജഡം ശവശരീരമാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ചേതനം. ചേതനം ജീവനുള്ളത്. ജഡം ഓപ്പോസിറ്റ് ചേതനം. ജഡം എന്താണ് വിപരീതം? ചേതനം. അടുത്ത ജ്ഞാനം. ജ്ഞാനം എന്താണ്? അറിവുള്ളത്, അറിവുള്ളവനാണ് ജ്ഞാനം. ജ്ഞാനം അറിവ്. അജ്ഞാനം അറിവില്ലാത്തത്. ജ്ഞാനം ഓപ്പോസിറ്റ് എന്താണ്? അജ്ഞാനം. ജ്ഞാനം ഓപ്പോസിറ്റ് അജ്ഞാനം. അടുത്ത ജാഗ്രത്. ജാഗ്രത് ഓപ്പോസിറ്റ് വരുന്നത് സുഷുപ്തി. ജാഗ്രത് എന്താണ്? ഉണർന്നിരിക്കുന്ന. ജാഗ്രത് എന്താണ്? ഉണർന്നിരിക്കുന്ന ആണ് ജാഗ്രത്. സുഷുപ്തി എന്താണ്? ഉറങ്ങുന്ന. സുഷുപ്തി ഉറങ്ങുന്ന. ജാഗ്രത് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. സുഷുപ്തി ഉറങ്ങുന്ന അവസ്ഥയാണ്. അടുത്തത് ജാഗരണം. ജാഗരണം. ജാഗരണം ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സുഷുപ്തി. ജാഗരണം ഓപ്പോസിറ്റ് സുഷുപ്തി. അടുത്ത ജാസ്തി. ജാസ്തി അധികം. ജാസ്തി അധികം. കമ്മി ഓപ്പോസിറ്റ് എന്താണ്? കുറവ്. ജാസ്തി അധികം, കമ്മി കുറവ്. അപ്പൊ ജാസ്തി എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കമ്മി. ജാസ്തി അധികം, കമ്മി കുറവ്. ഓക്കെ അല്ലേ? ജാസ്തി ഓപ്പോസിറ്റ് കമ്മി. അടുത്തത് നോക്കുകയാണെങ്കിൽ ജീവൽ ഭാഷ. ജീവൽ ഭാഷ എന്താണ്? പ്രയോഗത്തിലുള്ള ഭാഷയാണ് ജീവൽ ഭാഷ. പ്രയോഗത്തിലുള്ള ഭാഷയാണ് ജീവൽ ഭാഷ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? മൃതഭാഷ. അതിന്റെ ഓപ്പോസിറ്റ് മൃതഭാഷ. ജീവൽ ഭാഷ ഓപ്പോസിറ്റ് മൃതഭാഷ. പ്രയോഗത്തിൽ ഇല്ലാത്തത്. ജീവൽ ഭാഷ ഓപ്പോസിറ്റ് മൃതഭാഷ. അടുത്ത ജ്യേഷ്ഠൻ. ജ്യേഷ്ഠൻ ഓപ്പോസിറ്റ് എന്താണ്? കനിഷ്ഠൻ. ജ്യേഷ്ഠൻ മൂത്ത ആൾ, കനിഷ്ഠൻ ഇളയ ആൾ. ജ്യേഷ്ഠൻ ഓപ്പോസിറ്റ് വരുന്നത് കനിഷ്ഠൻ. അടുത്തത് തദീയം. തദീയം ഓപ്പോസിറ്റ് എന്താണ്? മദീയം. തദീയം ഓപ്പോസിറ്റ് വരുന്നത് മദീയം. തദീയം എന്താണ്? അവൻ്റെ. മദീയം എൻ്റെ. തദീയം ഓപ്പോസിറ്റ് ആണ് മദീയം. അടുത്തത് തദാനീം. തദാനീം ഓപ്പോസിറ്റ് ഇദാനീം. തദാനീം ഓപ്പോസിറ്റ് വരുന്നതാണ് ഇദാനീം. തദാനീം ഓപ്പോസിറ്റ് വരുന്നത് ഇദാനീം. അടുത്തത് തവ. തവ നിന്റെ, മമ എൻ്റെ. തവ നിന്റെ, മമ എൻ്റെ. തവ ഓപ്പോസിറ്റ് വരുന്നതാണ് മമ. ജീവൽ ഭാഷ ഓപ്പോസിറ്റ് മൃതഭാഷ. ജ്യേഷ്ഠൻ ഓപ്പോസിറ്റ് വരുന്നതാണ് കനിഷ്ഠൻ. തദീയം ഓപ്പോസിറ്റ് വരുന്നതാണ് മദീയം. തദാനീം ഓപ്പോസിറ്റ് ഇദാനീം. തവ ഓപ്പോസിറ്റ് വരുന്നത് മമ. അടുത്തത് തലയ്ക്കൽ. തലയ്ക്കൽ ഓപ്പോസിറ്റ് വരുന്നത് കടയ്ക്കൽ. തലയ്ക്കൽ ഓപ്പോസിറ്റ് കടയ്ക്കൽ. തലയാന. തലയാന ഓപ്പോസിറ്റ് കുഴിയാന. തലയാന ഓപ്പോസിറ്റ് വരുന്നത് കുഴിയാന. അടുത്തത് തമസ്. തമസ് ഇരുട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്?
വെളിച്ചമാണ്. ഇരുട്ടിൻ്റെ ഓപ്പോസിറ്റ് വെളിച്ചമാണ്. തമസ് ഇരുട്ടാണെങ്കിൽ ജ്യോതിസ് എന്താണ്? വെളിച്ചം. തമസ് ഓപ്പോസിറ്റ് വരുന്നതാണ് ജ്യോതിസ്. അടുത്തത് താവകം. താവകം ഓപ്പോസിറ്റ് മാമകം. നോക്കുക, തവ ഓപ്പോസിറ്റ് മമ ആണ്, താവകം ഓപ്പോസിറ്റ് മാമകം. അടുത്ത തിരസ്കാരം, തിരസ്കരിക്കുക, വേണ്ടെന്ന് വെക്കുക. സ്വീകാര്യം, സ്വീകരിക്കുക. തിരസ്കരിക്കുക ഓപ്പോസിറ്റ് സ്വീകരിക്കുക. തിരസ്കരിക്കുക ഓപ്പോസിറ്റ് എന്താണ്? സ്വീകരിക്കുക. അടുത്തത് തിന്മ. തിന്മ ഓപ്പോസിറ്റ് നന്മ. തിന്മ എന്താണ്? ദോഷമാണ്. നന്മ ഗുണമാണ്. തിന്മ ഓപ്പോസിറ്റ് നന്മ. അടുത്തത് തീക്ഷ്ണം. തീക്ഷ്ണം എന്നതിൻ്റെ ഓപ്പോസിറ്റ് സൗമ്യം. തീക്ഷ്ണം ഓപ്പോസിറ്റ് വരുന്നത് സൗമ്യം. തീക്ഷ്ണം എന്താണ്? സൗമ്യം. അടുത്തത് തുല്യത. തുല്യത ഓപ്പോസിറ്റ് എന്താണ്? അതുല്യം. തുല്യത ഓപ്പോസിറ്റ് അതുല്യം. അടുത്ത തിക്തം. തിക്തം ഓപ്പോസിറ്റ് വരുന്നത് മധുരം. തിക്തം എന്താണ്? കയ്പാണ്. തിക്തം ഓപ്പോസിറ്റ് വരുന്നത് മധുരം. അടുത്ത ത്യാജ്യം. ത്യാജ്യം ഓപ്പോസിറ്റ് ഗ്രാഹ്യം. ത്യാജ്യം ഓപ്പോസിറ്റ് വരുന്നത് ഗ്രാഹ്യം. അടുത്തത് തൃപ്തി. തൃപ്തി ഓപ്പോസിറ്റ് അതൃപ്തി. തൃപ്തി ഓപ്പോസിറ്റ് അതൃപ്തി. തൃപ്തിയില്ലായ്മ. അടുത്ത ദക്ഷിണം. ദക്ഷിണം ഓപ്പോസിറ്റ് വരുന്നത് ഉത്തരം. ദക്ഷിണം ഓപ്പോസിറ്റ് ഉത്തരം. അടുത്ത ദരിദ്രൻ. ദരിദ്രൻ ഒട്ടും സമ്പന്നമല്ലാത്തവൻ, സമ്പത്തൊന്നും ഇല്ലാത്തവനാണ് ദരിദ്രൻ. ധനവാൻ അല്ലെങ്കിൽ സമ്പന്നൻ എന്നാണ് അതിൻ്റെ വിപരീതം വരുന്നത്. ദരിദ്രൻ ഓപ്പോസിറ്റ് വരുന്നത് ധനവാൻ അല്ലെങ്കിൽ സമ്പന്നൻ. അടുത്ത ദയ. ദയ കാണിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്രൂരത. ക്രൂരത കാണിക്കുക. ദയ ഓപ്പോസിറ്റ് വരുന്നത് ക്രൂരത. ഒന്നുകൂടെ നോക്കാം. തിന്മ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? നന്മ. തീക്ഷ്ണം ഓപ്പോസിറ്റ് സൗമ്യം. തുല്യത എന്നതിൻ്റെ വിപരീതം അതുല്യം. തിക്തം ഓപ്പോസിറ്റ് മധുരം. ത്യാജ്യം ഗ്രാഹ്യം. തൃപ്തി എന്നതിൻ്റെ വിപരീതം അതൃപ്തി. ദക്ഷിണം എന്നതിൻ്റെ വിപരീതം ഉത്തരം. ദരിദ്രൻ വിപരീതം ധനവാൻ അല്ലെങ്കിൽ സമ്പന്നൻ. ദയ എന്നതിൻ്റെ വിപരീതം ക്രൂരത. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. ദാതാവ്. ദാതാവ് എന്താണ് വിപരീതം വരുന്നത്? ഭോക്താവ്. ദാതാവ് വിപരീതം വരുന്നത് ഭോക്താവ്. അടുത്ത ദുഷ്കൃതി. ദുഷ്കൃതി വിപരീതം സൽകൃതി. ദുഷ്കൃതി വിപരീതം സൽകൃതി. ദുഷ്പ്രവൃത്തി ചെയ്യുക എന്താണ്? സൽപ്രവൃത്തി ചെയ്യുക. അപ്പോൾ ദുഷ്കൃതി ഓപ്പോസിറ്റ് വരുന്നത് സൽകൃതി. ദുഷ്കരം. ദുഷ്കരം ഓപ്പോസിറ്റ് എന്താണ്? സുകരം. ദുഷ്കരം ഓപ്പോസിറ്റ് സുകരം. അടുത്തത് ദുഷ്ടത. ദുഷ്ടത കാണിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ശിഷ്ടത. ദുഷ്ടത ഓപ്പോസിറ്റ് വരുന്നത് ശിഷ്ടത. ദുഷ്ടത ഓപ്പോസിറ്റ് ശിഷ്ടത. അടുത്തത് ദുഷ്ടൻ. ദുഷ്ടൻ ഓപ്പോസിറ്റ് വരുന്നത് ശിഷ്ടൻ. ദാതാവ് എന്താണ് ഓപ്പോസിറ്റ്? ഭോക്താവ്. ദുഷ്കൃതി വിപരീതം വരുന്നത് സൽകൃതിയാണ്. ദുഷ്കരം വിപരീതം സുകരം. ദുഷ്ടത വിപരീതം ശിഷ്ടത. ദുഷ്ടൻ വിപരീതം ശിഷ്ടൻ. അടുത്ത ദുർഗ്രഹ. ദുർഗ്രഹ വിപരീതം എന്താണ്? സുഗ്രഹ. ദുർഗ്രഹ വിപരീതം സുഗ്രഹ. അടുത്ത ദുർഹാഗ്യം. ദുർഗ്രാഹ്യം എന്താണ്? സുഗ്രാഹ്യം. ദുർഗ്രാഹ്യം വിപരീതം വരുന്നത് സുഗ്രാഹ്യം. സുഗ്രാഹ്യമാണ് വിപരീതം. അടുത്ത ദുർഗതി. ദുർഗതി സൽഗതി. ദുർഗതി സദ്ഗതി. ദുർഗതി എന്താണ് ഓപ്പോസിറ്റ് വരുന്നത്? സദ്ഗതി. ദുർമുഖൻ. ദുർമുഖൻ വിപരീതം വരുന്നത് സുമുഖൻ. ദുർമുഖൻ വിപരീതം സുമുഖൻ. ദുർമുഖൻ വിപരീതം സുമുഖൻ. അടുത്തത് ദുർലഭം. ദുർലഭം വിപരീതം വരുന്നത് സുലഭം. ദുർലഭം വിപരീതം സുലഭം. നോക്കുക. ദുർഗ്രഹ വിപരീതം വരുന്നത് സുഗ്രഹ. ദുർ എന്ന് വന്നവിടെ എന്ത് വന്നു? സുഗ്രഹ എന്നായി. സു വന്നു അല്ലെ? സുഗ്രഹ. അതുപോലെ ദുർഗ്രാഹ്യം. ദുർഗ്രാഹ്യം അതെന്താ ഇവിടെ? സുഗ്രാഹ്യമായി. സുഗ്രാഹ്യം. അതുപോലെ ദുർഗതി. ദുർഗതി എന്താണ്? സദ്ഗതി. സദ്ഗതി. ദുർമുഖൻ. ദുർമുഖൻ എന്താണ്? സുമുഖൻ. ദുർമുഖൻ സുമുഖൻ. ദുർലഭം. ദുർലഭം എന്താണ്? സുലഭം. ദുർലഭം സുലഭം. അടുത്തത് ദുർവ്യയം. ദുർവ്യയം മിതവ്യയമാണ്. ദുർവ്യയം എന്താണ്? മിതവ്യയമാണ്. മിതവ്യയം. അടുത്തത് ദുസ്സഹം. ദുസ്സഹം വിപരീതം വരുന്നത് സുസഹം. അടുത്തത് ദുസ്സാധ്യം. ദുസ്സാധ്യം വിപരീതം വരുന്നത് സുസാധ്യം. സുസാധ്യം എന്നാണ് വിപരീതം വരുന്നത്. ദുസ്സാധ്യം വിപരീതം സുസാധ്യം.
അടുത്തത് ദുഷ്ടു. ദുഷ്ടു എന്നതിൻ്റെ വിപരീതം വരുന്നത് സുഷ്ടു. ദുഷ്ടു എന്നതിൻ്റെ വിപരീതം സുഷ്ടു. ദുഷ്ടു എന്നതിൻ്റെ വിപരീതം സുഷ്ടു. അടുത്തത് ദൂരം. ദൂരം എന്താണ്? സമീപം, അടുത്ത്. ദൂരം വിപരീതം സമീപം, അടുത്ത്. അടുത്തത് ദൂരെ. ദൂരെ വിപരീതം ചാരെ. ദൂരെ വിപരീതം ചാരെ. ദൃഢം. ദൃഢം എന്നതിൻ്റെ വിപരീതം ശിഥിലം. ദൃഢം, ദൃഢമായത്. അതിൻ്റെ വിപരീതം എന്താണ്? ശിഥിലം, അയഞ്ഞ. ദൃശ്യം. ദൃശ്യം വിപരീതം വരുന്നത് അദൃശ്യം. ദൃശ്യം വിപരീതം അദൃശ്യം. അത് ദേഷ്യം. ദേഷ്യം വിപരീതം വരുന്നത് രാഗം. ദേഷ്യം വിപരീതം രാഗം. ദൃഷ്ടാവ്. ദൃഷ്ടാവ് എന്നതിൻ്റെ വിപരീതം ശ്രോതാവ്. ദൃഷ്ടാവ് വിപരീതം എന്താണ്? ശ്രോതാവ്. ദുർവ്യയം ഓപ്പോസിറ്റ് മിതവ്യയം. ദുസ്സഹം സുസഹം. ദുസ്സാധ്യം എന്താണ് വിപരീതം വരുന്നത്? സുസാധ്യം. ദുഷ്ടു വിപരീതം സുഷ്ടു. ദൂരം വിപരീതം സമീപ. ദൂരെ വിപരീതം വരുന്നത് ചാര്. ദൃഢം വിപരീതം ശിഥിലം. ദൃശ്യം വിപരീതം അദൃശ്യം. ദേശം വിപരീതം രാഗം. അടുത്ത എന്താണ്? ദൃഷ്ടാവ് വിപരീതം വരുന്നത് ശ്രോതാവ്. അടുത്തത് ദ്വൈതം. ദ്വൈതം എന്താണ് വിപരീതം? അദ്വൈതം. ദ്വൈതം വിപരീതം വരുന്നത് അദ്വൈതം. ദ്വൈതം വിപരീതം അദ്വൈതം. അടുത്തത് ദ്രുതം. ദ്രുതം വിപരീതം മന്ദം. ദ്രുതം വേഗം, മന്ദം പതുക്കെ. ദ്രുതം വിപരീതം വരുന്നത് മന്ദം. അടുത്തത് ദൗർബല്യം. ദൗർബല്യം എന്താണ് അർത്ഥം? പ്രാബല്യം. അർത്ഥമല്ല, വിപരീതമാണ് വരുന്നത്. ദൗർബല്യം പ്രാബല്യം. ദൗർബല്യം പ്രാബല്യം. അതുപോലെ ദൗർലഭ്യമുണ്ട്. മാറരുത്. ദൗർബല്യം എന്നാണ്, പ്രാബല്യമാണ് വിപരീതം. അതുപോലെ ദൗർലഭ്യം. ദൗർലഭ്യം വിപരീതം വരുന്നത് സൗലഭ്യം. സൗലഭ്യമാണ് ദൗർലഭ്യം എന്നതിൻ്റെ വിപരീതം. അടുത്തത് ധന്യം. ധന്യം വിപരീതം അധന്യം. ധന്യം വിപരീതം അധന്യം. അടുത്തത് ധനം. ധനം ഋണം. ധനം ഓപ്പോസിറ്റ് വരുന്നത് ഋണം. അടുത്തത് ധീരൻ. ധീരൻ ഓപ്പോസിറ്റ് ഭീരു. ധീരൻ ഓപ്പോസിറ്റ് ഭീരു. ശ്രദ്ധിക്കുക, ഋണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഋണം പഠിപ്പിച്ചിരുന്നു. അതിൽ അനിഋണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അനിഋണം എന്നായിരുന്നു കണ്ടിരുന്നത്. അതുപോലെ ധനം എന്നതും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എക്സാം ഹാളിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ധനം ഓപ്പോസിറ്റ് എന്താണ്? ഋണം. അടുത്തത് ധീരൻ. ധീരൻ ഓപ്പോസിറ്റ് വരുന്നത് ഭീരു. ധീരൻ ഓപ്പോസിറ്റ് ഭീരു. അടുത്തത് ധൃതി. ധൃതി വേഗത്തിൽ, അല്ലെ? ധൃതി വെക്കുക, വേഗത്തിൽ. ധൃതി ഓപ്പോസിറ്റ് വരുന്നത് സാവധാനം. ധൃതി ഓപ്പോസിറ്റ് സാവധാനം. ധൃതി എന്താണ്? സാവധാനം. അടുത്തത് ധ്രുവം. ധ്രുവം ഓപ്പോസിറ്റ് എന്താണ്? അധ്രുവം. ധ്രുവം ഓപ്പോസിറ്റ് വരുന്നതാണ് അധ്രുവം. ധ്രുവം ഓപ്പോസിറ്റ് അധ്രുവം. അടുത്തത് നാട്ടാർ. നാട്ടാർ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? വീട്ടാർ. നാട്ടാർ ഓപ്പോസിറ്റ് വരുന്നതാണ് വീട്ടാർ. നാട്ടാർ ഓപ്പോസിറ്റ് വീട്ടാർ. അടുത്തത് നിത്യം. നിത്യം ഓപ്പോസിറ്റ് അനിത്യം. നിത്യം ഓപ്പോസിറ്റ് വരുന്നതാണ് അനിത്യം. നിത്യം ഓപ്പോസിറ്റ് എന്താണ്? അനിത്യം. അനിത്യം എന്നതാണ് നിത്യം എന്നതിൻ്റെ ഓപ്പോസിറ്റ്. അടുത്തത് നിന്ദ്യൻ. നിന്ദിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വന്ദിക്കുക. നിന്ദ്യൻ ഓപ്പോസിറ്റ് വന്ധ്യൻ. നിശ്ചിതം. നിശ്ചിതം അനിശ്ചിതം. നിശ്ചിതം ഓപ്പോസിറ്റ് അനിശ്ചിതം. അടുത്തത് നിശ്ചലം. നിശ്ചലം ഓപ്പോസിറ്റ് ചഞ്ചലം. നിശ്ചലം ചലിക്കാത്തത് ഓപ്പോസിറ്റ് എന്താണ്? ചഞ്ചലം. ചഞ്ചലം ഓപ്പോസിറ്റ് അചഞ്ചലം എന്ന് വരാറുണ്ട്. അതുപോലെ നിശ്ചലം എന്നും വരാറുണ്ട്, ചലിക്കാത്തത് എന്ന അർത്ഥത്തിൽ. അടുത്തത് നിരുപാധികം. നിരുപാധികം എന്താണ്? സോപാധികം. നിരുപാധികം സോപാധികം. അടുത്തത് നിഷ്പക്ഷത. നിഷ്പക്ഷത. സപക്ഷത എന്താണ്? നിഷ്പക്ഷത സപക്ഷത. നിരർത്ഥകം. നിരർത്ഥകം എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് സാർത്ഥകം. നിരർത്ഥകം ഓപ്പോസിറ്റ് സാർത്ഥകം. നിരർത്ഥകം ഓപ്പോസിറ്റ് സാർത്ഥകം. അടുത്തത് നിന്ന. നിന്ന ഓപ്പോസിറ്റ് സ്തുതി. നിന്ന ഓപ്പോസിറ്റ് സ്തുതി. അടുത്തത് നിർജീവം. നിർജീവം ഓപ്പോസിറ്റ് സജീവം. നിർജീവം ഓപ്പോസിറ്റ് സജീവം. നിറയുക. നിറയുക ഓപ്പോസിറ്റ് ഒഴിയുക. നിറയുക ഓപ്പോസിറ്റാണ് ഒഴിയുക. നിറയുക ഓപ്പോസിറ്റ് ഒഴിയുക. അടുത്ത നിരക്ഷരൻ. നിരക്ഷരൻ ഓപ്പോസിറ്റ് സാക്ഷരൻ. നിരക്ഷരൻ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്?
സാക്ഷരൻ, നിരക്ഷരൻ, ഓപ്പോസിറ്റ് സാക്ഷരൻ. അടുത്തത് നിവൃത്തി, നിവൃത്തി, ഓപ്പോസിറ്റ് പ്രവൃത്തി, നിവൃത്തി, ഓപ്പോസിറ്റ് പ്രവൃത്തി. അടുത്തത് നിയതം, നിയതം, എന്താണ് ഓപ്പോസിറ്റ് വരുന്നത്? അനിയതം, നിയതം, ഓപ്പോസിറ്റ് അനിയതം. അടുത്തത് നിന്ദനം, നിന്ദനം, എന്താണ് ഓപ്പോസിറ്റ്? വന്ദനം, നിന്ദിക്കുക, വന്ദിക്കുക, നിന്ദനം, ഓപ്പോസിറ്റ് എന്താണ്? വന്ദനം. അടുത്തത് നീരസൻ, നീരസൻ, ഓപ്പോസിറ്റ് സരസൻ, നീരസൻ, ഓപ്പോസിറ്റ് സരസൻ, നീരസൻ, ഓപ്പോസിറ്റ് സരസൻ. അടുത്തത് നീതി, നീതി, എന്താണ് ഓപ്പോസിറ്റ്? അനീതി, നീതി, ഓപ്പോസിറ്റ് അനീതി. അടുത്തത് നെടിയ, നെടിയ, ഓപ്പോസിറ്റ് വരുന്നത് കുറിയ, നെടിയ, ഓപ്പോസിറ്റ് കുറിയ. നേർത്ത, നേർത്ത എന്നതിൻ്റെ ഓപ്പോസിറ്റ് പരുത്ത, നേർത്ത, ഓപ്പോസിറ്റ് എന്താണ്? പരുത്ത, നേർത്ത, ഓപ്പോസിറ്റ് വരുന്നത് പരുത്ത. അടുത്തത് നേട്ടം, നേട്ടം, നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കോട്ടം, കോട്ടം തട്ടുക, നേട്ടം, ഓപ്പോസിറ്റ് കോട്ടം. അടുത്ത ന്യായം, ന്യായം, ഓപ്പോസിറ്റ് അന്യായം, ന്യായം, ഓപ്പോസിറ്റ് അന്യായം, നേട്ടം, ഓപ്പോസിറ്റ് കോട്ടം, ന്യായം, ഓപ്പോസിറ്റ് അന്യായം. അടുത്തത് പണ്ഡിതൻ, പണ്ഡിതൻ, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പാമരൻ, പണ്ഡിതൻ, ഓപ്പോസിറ്റ് പാമരൻ, പണ്ഡിതൻ, ഓപ്പോസിറ്റ് പാമരൻ. അടുത്ത പതുക്കെ, പതുക്കെ പറയുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉറക്കെ അല്ലെങ്കിൽ വേഗം, ഉറക്കെ പറയുക, പതുക്കെ, ഓപ്പോസിറ്റ് ഉറക്കെ. അടുത്ത പരകീയം, പരകീയം, ഓപ്പോസിറ്റ് സ്വകീയം, പരകീയം, ഓപ്പോസിറ്റ് സ്വകീയം. അടുത്ത പരദേശം, പരദേശം, എന്താണ്? വേറെ ദേശമാണ് ഉദ്ദേശിക്കുന്നത്, പരദേശം, മറ്റുള്ള ദേശം, അതിൻ്റെ ഓപ്പോസിറ്റാണ് സ്വദേശം, സ്വദേശം, സ്വന്തം ദേശം. അടുത്ത പരസ്യം, പരസ്യമാക്കുക, ഒരു കാര്യം പരസ്യമാക്കുക, മറ്റുള്ളവർ അറിയുന്നത് പോലെ പറയുക, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? രഹസ്യം, രഹസ്യം, പരസ്യം, ഓപ്പോസിറ്റ് രഹസ്യം. അടുത്ത പരിഷ്കൃതം, പരിഷ്കൃതം, ഓപ്പോസിറ്റ് അപരിഷ്കൃതം, പരിഷ്കൃതം, ഓപ്പോസിറ്റ് അപരിഷ്കൃതം. അടുത്ത പശ്ചിമം, പശ്ചിമം, ഓപ്പോസിറ്റ് എന്താണ്? പൂർവം, ദക്ഷിണം, ഉത്തരം, പശ്ചിമം, ഓപ്പോസിറ്റ് വരുന്നത് പൂർവം. അടുത്ത പരസ്യം, രഹസ്യം, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പരമാർത്ഥിക, 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 എന്താണ് ഓപ്പോസിറ്റ്? വ്യാവഹാരിക, വ്യാവഹാരികയാണ് പരമാർത്ഥിക എന്നതിൻ്റെ ഓപ്പോസിറ്റ്. വ്യാവഹാരിക, പരമാർത്ഥിക, ഓപ്പോസിറ്റ് വ്യാവഹാരിക. അടുത്ത പരാധീനം, പരാധീനം, ഓപ്പോസിറ്റ് എന്താണ്? സ്വാധീനം, പരാധീനം, പരാധീനം, അതിൻ്റെ ഓപ്പോസിറ്റ് സ്വാധീനം. അടുത്തത് പരുഷം, പരുഷം എന്നതിൻ്റെ ഓപ്പോസിറ്റ് മൃദുലം, പരുഷം, ഓപ്പോസിറ്റ് എന്താണ്? മൃദുലം, പരുഷം, ഓപ്പോസിറ്റ് മൃദുലം. അടുത്ത പരോക്ഷം, പരോക്ഷം, ഓപ്പോസിറ്റ് പ്രത്യക്ഷം, പരോക്ഷം, ഓപ്പോസിറ്റ് പ്രത്യക്ഷം, പരോക്ഷം എന്താണ്? ഓപ്പോസിറ്റ് പ്രത്യക്ഷം. അടുത്തത് പരദേശം, പരദേശം പറഞ്ഞിരുന്നു, സ്വദേശം. പദം, പദം, ഓപ്പോസിറ്റ് വരുന്നത് അപദം, പദം, ഓപ്പോസിറ്റ് അപദം, പദം, ഓപ്പോസിറ്റ് അപദം. അടുത്ത പാശ്ചാത്യം, പാശ്ചാത്യം എന്താണ് ഓപ്പോസിറ്റ്? പൗരസ്ത്യം, പാശ്ചാത്യം, ഓപ്പോസിറ്റ് പൗരസ്ത്യം, പാശ്ചാത്യം, ഓപ്പോസിറ്റ് വരുന്നതാണ് പൗരസ്ത്യം. അടുത്ത പാലനം, പാലനം, ഓപ്പോസിറ്റ് ലംഘനം, നിയമം പാലിക്കുക, അതെന്താണ്? ലംഘിക്കുകയാണ് ഓപ്പോസിറ്റ്. നിയമം പാലിക്കുക, നിയമം ലംഘിക്കുക. പാലനം, ഓപ്പോസിറ്റ് എന്താണ്? ലംഘനം. അതുപോലെ പിന്നാക്കം, പിന്നാക്കം, ഓപ്പോസിറ്റ് മുന്നാക്കം, പിന്നാക്കം, ഓപ്പോസിറ്റ് എന്താണ്? മുന്നാക്കം. അടുത്തത് പുരം, പുരം, ഓപ്പോസിറ്റ് ഗ്രാമം, പുരം, പട്ടണം, ഗ്രാമം, ഓപ്പോസിറ്റ്. അടുത്തത് പുതുമ, പുതുമ, ഓപ്പോസിറ്റ് മുതുമ, പുതുമ, ഓപ്പോസിറ്റ് വരുന്നത് മുതുമ. അടുത്തത് പുഞ്ച, പുഞ്ച എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് നഞ്ച, പുഞ്ച, ഓപ്പോസിറ്റ് വരുന്നത് നഞ്ച. ഓക്കെ അല്ലേ? അടുത്തത് പുഞ്ചിരി, പുഞ്ചിരിക്കുക, എന്താണ് ഓപ്പോസിറ്റ് വരുന്നത്? അട്ടഹാസം, അട്ടഹസിക്കുക, പുഞ്ചിരിക്കുക, ഓപ്പോസിറ്റ് വരുന്നതാണ് അട്ടഹാസം, പുഞ്ചിരിക്കുക. മെല്ലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചിരി. അട്ടഹാസം എന്താണ്? പൊട്ടിച്ചിരിയാണ് അല്ലേ? പൊട്ടിച്ചിരി, അട്ടഹാസം. അടുത്തത് പുരോഗതി, പുരോഗതി, പശ്ചാത്ഗതി, പുരോഗതി, ഓപ്പോസിറ്റ് പശ്ചാത്ഗതി, പുരോഗതി, ഓപ്പോസിറ്റ് പശ്ചാത്ഗതി. അടുത്ത പൂജ്യൻ, പൂജ്യൻ, ഓപ്പോസിറ്റ് വരുന്നതാണ് നിന്ദ്യൻ, പൂജ്യൻ, ഓപ്പോസിറ്റ് നിന്ദ്യൻ. അടുത്തത് പെൺമ, പെൺമ, ഓപ്പോസിറ്റ് ആൺമ, പെൺമ, ഓപ്പോസിറ്റ് ആൺമ. അടുത്ത പോഷണം, പോഷണം, പോഷകാഹാരം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ശോഷണം, ശോഷിക്കുക. പോഷണം നല്ല ആരോഗ്യമുള്ളത്, ശോഷണം ആരോഗ്യമില്ലാത്തത്, ശോഷണം. അടുത്തത് പ്രതിപത്തി,
പ്രതിപത്തി, പ്രതിപത്തി. അതിൻ്റെ ഓപ്പോസിറ്റാണ് വിപ്രതിപത്തി, വിപ്രതിപത്തി. അടുത്ത പ്രത്യക്ഷം, ഓപ്പോസിറ്റ് എന്താണ്? പരോക്ഷം. പ്രത്യക്ഷം ഓപ്പോസിറ്റ് പരോക്ഷം. അടുത്ത പ്രദക്ഷിണം, പ്രദക്ഷിണം ഓപ്പോസിറ്റ് അപ്രദക്ഷിണം, പ്രദക്ഷിണം ഓപ്പോസിറ്റ് അപ്രദക്ഷിണം. പദശുദ്ധിയിൽ ചോദിക്കാറുണ്ട് പ്രദക്ഷിണം. അടുത്തത് പ്രഭാതം, പ്രഭാതം. പ്രദോഷം, പ്രഭാതം ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? പ്രദോഷം. പ്രഭാതം ഓപ്പോസിറ്റ് പ്രദോഷം, പ്രദോഷം. അടുത്തത് പ്രസന്നൻ, പ്രസന്നൻ എന്താണ് ഓപ്പോസിറ്റ് വരുന്നത്? വിഷണ്ണൻ. പ്രസന്നൻ ഓപ്പോസിറ്റ് വരുന്നത് വിഷണ്ണൻ. പ്രസന്നൻ എന്നതിൻ്റെ വിപരീതം എന്താണ്? വിഷണ്ണൻ, വിഷണ്ണൻ. ഓക്കെ. അടുത്തത് പ്രയാസം. പ്രയാസം എന്നതിൻ്റെ വിപരീതം നിഷ്പ്രയാസം അല്ലെങ്കിൽ എളുപ്പം. പ്രയാസമായത് എന്താണ്? എളുപ്പമായത്. പ്രയാസം ഓപ്പോസിറ്റ് നിഷ്പ്രയാസം അല്ലെങ്കിൽ എളുപ്പം. പ്രയാസം ഓപ്പോസിറ്റ് നിഷ്പ്രയാസം അല്ലെങ്കിൽ എളുപ്പം. രണ്ടും ചോദിക്കാറുണ്ട്, നിഷ്പ്രയാസം അല്ലെങ്കിൽ എളുപ്പം. അടുത്തത് പ്രശംസ. പ്രശംസ, അഭിശംസ. പ്രശംസ, അഭിശംസ എന്നതാണ് ഓപ്പോസിറ്റ്. അടുത്ത പ്രശസ്തം, പ്രശസ്തമായത്. എന്താണ്? നിന്ദിതമാണ് ഓപ്പോസിറ്റ്. പ്രശസ്തം ഓപ്പോസിറ്റ് വരുന്നത് നിന്ദിതം. പ്രശസ്തം ഓപ്പോസിറ്റ് നിന്ദിതം. അടുത്തത് പ്രച്ഛന്നം. പ്രച്ഛന്നം ഓപ്പോസിറ്റ് പ്രകാശം. പ്രച്ഛന്നം ഓപ്പോസിറ്റ് പ്രകാശം. പ്രച്ഛന്നം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് പ്രകാശം, പ്രകാശം. അടുത്തത് പ്രശാന്തം. പ്രശാന്തം ഓപ്പോസിറ്റ് പ്രക്ഷുബ്ധം, പ്രക്ഷുബ്ധം. പ്രശാന്തം ഓപ്പോസിറ്റ് പ്രക്ഷുബ്ധം. അടുത്ത പ്രവർത്തനം, പ്രവർത്തനം. നിവർത്തനം, പ്രവർത്തനം ഓപ്പോസിറ്റ് നിവർത്തനം. അടുത്ത പ്രിയം, പ്രിയം ഇഷ്ടം. അതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്രിയം. പ്രിയം ഓപ്പോസിറ്റ് അപ്രിയം. പ്രശ്നം, പ്രശ്നം ചോദ്യം എന്ന അർത്ഥത്തിലാണ്. പ്രശ്നം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉത്തരം. പ്രശ്നം, ഉത്തരം. അടുത്ത പ്രവൃത്തം, പ്രവൃത്തം നിവൃത്തം. പ്രശ്നം, ഉത്തരം, പ്രവൃത്തം, നിവൃത്തം. അടുത്തത് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ഛേദനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഛേദനം എന്ന പദത്തിൻ്റെ വിപരീത പദം നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. ഛേദനം എന്നാണ് വിപരീത പദം അഛേദനം. ഛേദനം വിപരീതം വരുന്നത് അഛേദനം. ഓപ്ഷൻ ബി ആണ് അഛേദനം. അടുത്തത് വിപരീത പദം എഴുതുക. ധനം. ധനം എന്നതിൻ്റെ വിപരീതമാണ് ചോദിച്ചത്. എന്താണ് ധനം? ധനം ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? ഋണം. ധനം ഓപ്പോസിറ്റ് വരുന്നത് ഋണം. ധനം ഓപ്പോസിറ്റ് ഋണം. അടുത്തത് ദൃഢം. ദൃഢം വിപരീത പദം എന്താണ്? ദൃഢം, ശിഥിലം. ദൃഢം, ശിഥിലം. അടുത്തത് ജാഗ്രത്. ജാഗ്രത് വിപരീതം എന്താണ് വരുന്നത്? ജാഗ്രത് വിപരീതം വരുന്നത് സുഷുപ്തി. ജാഗ്രത് വിപരീതം വരുന്നത് സുഷുപ്തി. അടുത്തത് പ്രശാന്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? പ്രശാന്തം എന്ന പദത്തിൻ്റെ വിപരീത പദം പ്രശാന്തം ഇപ്പോൾ പഠിച്ചിരുന്നു. എന്താണ് വിപരീത പദം വരുന്നത്? പ്രക്ഷുബ്ധം അല്ലെ? പ്രക്ഷുബ്ധം. പ്രശാന്തം വിപരീതം പ്രക്ഷുബ്ധം. ഓപ്ഷൻ സി ആണ്. അടുത്തത് വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലം വിപരീതം എന്താണ്? അചഞ്ചലം. ചഞ്ചലം വിപരീതം ഓപ്ഷൻ ബി ആണ് അചഞ്ചലം. അടുത്തത് തിക്തം. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? പുളിപ്പ്, മധുരം, ചവർപ്പ്, കയ്പ്. തിക്തം എന്താണ്? കയ്പാണ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് മധുരം. തിക്തം ഓപ്പോസിറ്റ് വരുന്നത് മധുരം. അടുത്ത ദ്രുതം. ദ്രുതം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ദ്രുതം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? മന്ദം. ദ്രുതം വേഗം, മന്ദം പതുക്കെ. മന്ദം. ദ്രുതം മന്ദം. അടുത്തത് നീചം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. നീചം എന്ന പദത്തിൻ്റെ വിപരീത പദം. നീചം എന്താണ്? ഉച്ചം. ഉച്ചമാണ് നീചം എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ എ ആണ് വരുന്നത് ഉച്ചം. അടുത്തത് നിരാമയം എന്നതിൻ്റെ വിപരീത പദം എഴുതുക. നിരാമയം എന്താണ് വിപരീതം? ആമയം. ആമയം വിപരീതം നിരാമയം. അടുത്തത് നാഗരികം എന്നതിൻ്റെ വിപരീത പദം ഏത്? നാഗരികം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? നാഗരികം ഗ്രാമീണം. ഗ്രാമീണം നാഗരികം അല്ലേ? ഗ്രാമീണം. അടുത്തത് നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം. നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ് വരുന്നത്? നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം വരുന്നത് ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് സ്തുതി. നിന്ന, സ്തുതി. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.